ആമേൻ ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞ് യോഹന്നാന്റെ 2-ാം ലേഖനം 8-ാം വാക്യം. യോഹന്നാന്റെ 2-ാം ലേഖനത്തിന് ഒറ്റ അധ്യായമേ ഉള്ളൂ. 8-ാം വാക്യം. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ അത് പൂർണ്ണമായും നേടാൻ ശ്രമിക്കുവിൻ. സഹോദര, നിന്നെ പഠിപ്പിച്ച ഒരു ഗുരു, നിനക്ക് കിട്ടിയ ഒരു കോഴ്സ്, നിനക്ക് കിട്ടിയ ഒരു ഫോർമേഷൻ, നിന്റെ കൺമുമ്പിലൂടെ പറന്നു വന്ന ഒരു പുസ്തകം, നിനക്ക് ലഭിച്ച ഒരു പ്രാർത്ഥനാ സമയം, യോഹന്നാൻ പറയുക, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ അധ്വാന ഫലം അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവിൻ, അത് നഷ്ടപ്പെടുത്തരുത്. ഒരു പിക്നിക്കിന്, ഒരു ലെഷർ പിക്നിക്കിന് അയക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരു പഠന ടൂറിന് അയക്കപ്പെട്ടു, ഒരു പഠനയാത്രയ്ക്ക് അയക്കപ്പെട്ടു. ഇതിന്റെ പിന്നിൽ ഒരു അധ്വാനമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു വിരുന്ന് ഒരുക്കപ്പെട്ടു, നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഒരുക്കപ്പെട്ടു, നിങ്ങൾക്ക് വേണ്ടി ഒരു ധ്യാനം ഒരുക്കപ്പെട്ടു, നിങ്ങൾക്ക് വേണ്ടി ഒരു ഫോർമേഷൻ ക്ലാസ് ഒരുക്കപ്പെട്ടു. ഇതിന്റെ പിന്നിൽ വലിയ ഒരു അധ്വാനമുണ്ട്. അതിന്റെ ഫലം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അത് പൂർണ്ണമായി നേടാൻ ശ്രമിക്കണം. നമ്മളിൽ എത്രയോ പേരുടെ മുമ്പിൽ ഈ വചനം തീമഴ പോലെ ഇറങ്ങേണ്ടതാണ്. എത്രയോ പേരുടെ അധ്വാന ഫലത്തെ, ശുശ്രൂഷകളെ, ഒരുക്കങ്ങളെ, ധ്യാനങ്ങളെ, പരിശീലന കളരികളെ, ഉല്ലാസവേളകളെ, നമുക്ക് മറ്റുള്ളവരുടെ അധ്വാന ഫലമായി കിട്ടിയ പലതിനെയും നമ്മൾ ചവിട്ടി നശിപ്പിച്ചതാണ്, ഉച്ഛിഷ്ടമായി തള്ളിയതാണ്. വലിയ പാപമായി ദൈവം യോഹന്നാന്റെ വാക്കുകളിലൂടെ പറയുക, ഒരുവൻ നിനക്ക് വേണ്ടി നന്മ വരുത്താൻ വേണ്ടി ചെയ്ത അധ്വാന ഫലത്തെ തിരിഞ്ഞ് ചവിട്ടുന്നത് പാപമാണ്. ആമേൻ ആമേൻ ആമേൻ.